അങ്ങനെ കോട്ടയത്ത് ലുലു മാൾ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മുടെ ഡിസംബർ 14-ാം തീയതി ശനിയാഴ്ചയാണ് ഈ ഒരു മാൾ ഇനാഗുറേഷൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായിരുന്നു പബ്ലിക്കിന് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 2 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ലുലു മാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ നിലയിൽ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ ലുലു കണക്റ്റ്, ലുലു ഫാഷന്, ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ ഫണ്ടൂറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാളുണ്ട്. അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ നടത്താം. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ലുലുവിലെയും പോലെ തന്നെ അപ്പോൾ വളരെ വിശാലമായിട്ട് വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെന്നൊരു സെക്ഷൻ നമ്മൾ അവിടുത്തെ മീറ്റ് സെക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫിഷിൻ്റെ സെക്ഷൻ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ അതായത് കിച്ചൺ ആൻഡ് സ്നാക്സിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ സെക്ഷനിലൊക്കെ ധാരാളം ആൾക്കാർ ഇപ്പോൾ വലിയ വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ഫിഷ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള നമുക്കറിയാം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനാണ്. അതും പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന സംഭവം എന്ന് നമ്മുടെ കിച്ചൺ സെക്ഷൻ ആൻഡ് സ്നാക്സ് സെക്ഷനാണ്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്നാക്സ് ഐറ്റം അതുപോലെ തന്നെ കേക്ക് ഐറ്റംസ് ഒക്കെ നമുക്ക് ഫുഡ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങിക്കുന്നവർക്കായാലും മുകളിലത്തെ ഫുഡ് കോർട്ടിൽ പോകാണ്ട് തന്നെ അവിടെ ഒരു ഈറ്ററി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതായത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ തന്നെ ചെറിയൊരു റൂമിൽ അവിടെ തന്നെ ബില്ല് ചെയ്തിട്ട് ആ ഈറ്ററി സെക്ഷനിൽ തന്നെ നമുക്കിരുന്ന് മുകളിൽ ഫുഡ് കോർട്ടിൽ പോകാം. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഈ കോട്ടയം മാളിൽ നമ്മുടെ പാലക്കാടൊക്കെ ചെയ്തവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോടൊക്കെ ചെയ്തവർക്ക് അതേ രീതിയിൽ തന്നെ ഈ കോട്ടയത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളും വെക്കാൻ സൈഡിൽ തന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രോളിയും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എസ്കലേറ്റർ കയറി നമുക്ക് മുകളിൽ പോകാം. മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടെ ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ ലുലു കണക്റ്റ്, ലുലു ഫാഷന്, അതുപോലെ തന്നെ ഫണ്ടൂറ, പിന്നെ കുറച്ച് ബ്രാൻഡഡ് കുറേയധികം മറ്റുള്ള ട്രിവാൻഡ്രം കൊച്ചിൻ പോലൊക്കെ അത്രയില്ലെങ്കിലും കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ ഉണ്ട്. ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മാളിലുണ്ട്. കാരണം ഈ ഒരു കോട്ടയം ലുലു എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിനാണ്. അപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ലുലു കണക്റ്റ് അതുപോലെ തന്നെ ലുലു ഫാഷൻസ് കാണാം. അപ്പം നമുക്ക് ലുലു ഫാഷൻസിലായാലും അതുപോലെ കണക്റ്റിലായാലും അത്യാവശ്യം ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പല സെക്ഷനായിട്ട് കിഡ്സ്, ലേഡീസ്, അതുപോലെ തന്നെ ഫുട്വെയർ സെക്ഷന്, ബാഗ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെ പല സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. പിന്നെ കിഡ്സിൻ്റെ ആയാലും അത്യാവശ്യം ടോയ്സിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഒരു ഇലക്ട്രോണിക് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ്. അപ്പോൾ എനിക്കൊന്ന് ഓൺലൈനിൽ കൊടുക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ വിലക്കുറവായിട്ട് ഈ ഒരു ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ലുലു കണക്റ്റിൽ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓഫർ കൊടുത്തുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വെളിയിൽ നിന്നുള്ള ഫുഡ് കോർട്ടാണ്. ആ ഫുഡ് കോർട്ടിൽ അറ്റ് എ ടൈം ഏകദേശം ഒരു 500ഓളം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ആ ഫുഡ് കോർട്ടിലുണ്ട്. അപ്പോൾ ഫുഡ് താഴെ നിന്നുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്ലെറ്റുകളുണ്ട് ഫുഡിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ കുട്ടികളുടെ ഫണ്ടൂറയാണ്. അവിടെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കും ഒക്കെ ഏകദേശം 250ഓളം കുട്ടികൾക്ക് അറ്റ് എ ടൈം കളിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഈ ഒരു ഫണ്ടൂറയിൽ അവർ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് പാർക്കിങ്ങിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ലുലു മാളിൻ്റെ ഫ്രണ്ടിലും കുറേ ഒരു പാർക്കിംഗ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ റോഡിന് ഓപ്പോസിറ്റ് സ്ഥലം എടുത്തിട്ട് പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. കാരണം ക്രിസ്മസ്, ന്യൂ ഇയറും അവധിയൊക്കെയാണ് വരുന്നത്. അങ്ങനെ കോട്ടയത്ത് പുതിയൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനോടെ ഓപ്പൺ ആയിരിക്കുകയാണ്.